ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. SSF ജില്ലാ സാഹിത്യോത്സവിന്റെ പ്രൗഢമായ ഈ വേദിയിൽ ഞാനൊരു കഥ പറയാം. നമ്മുടെ കഥാനായകൻ ആരാ? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിതം. എല്ലാവരും കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയാണ്. സഹബത്ത് എല്ലാവരുമുണ്ട്. നിസ്കാരം കഴിഞ്ഞ് പതിവുറകൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണുന്നില്ലല്ലോ. ഒരു ജമാഅത്ത് പോലും ഒഴിവാക്കാത്ത സിദ്ദീഖ് തങ്ങൾക്ക് എന്തു പറ്റി? കാര്യം അന്വേഷിക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ പറഞ്ഞു വിട്ടു. സ്വഹാബികൾ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ സിദ്ദീഖ് തങ്ങൾ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. പുറത്തിറങ്ങുന്നില്ല. കാര്യം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വരികയും എന്തെങ്കിലും തരുമോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്ക് നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ അയക്കരുതെന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഞാൻ അവരെ വെറുതെ അയക്കും? അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വരാൻ വസ്ത്രമില്ലാതായി. സിദ്ദീഖ് തങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം സ്വഹാബികളോട് പറഞ്ഞു. സ്വഹാബികൾ ആ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്തു. ദുആന്റെ നീളം കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. എന്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാനൊരു വഖ്ത് ജമാഅത്ത് ഒഴിവാക്കി പോയി. അതുകൊണ്ട് റബ്ബേ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയല്ല. എങ്കിലും എനിക്ക് നരകത്തിന്റെ തീ സഹിക്കാൻ കഴിയില്ല. എല്ലാം പൊറുക്കുന്ന നാഥാ, നീ എനിക്ക് പൊറുത്തു തരണേ അല്ലാഹ് എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, എന്തൊരു ജീവിതമാണ് ഇവരുടേത്. ചെയ്തത് തെറ്റല്ല, എങ്കിലും ശക്തമായ കാരണമുണ്ടായിട്ടും ഒരു വഖ്ത് ജമാഅത്ത് ഒഴിവാക്കിയതിന്റെ പേരിൽ അത് വലിയ തെറ്റായി കണ്ട് റബ്ബിനോട് ദുആ ചെയ്തു. അതുകൊണ്ടാണ് അവർ വിജയിച്ചത്. നമുക്കും വിജയിക്കേണ്ടേ? നാം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്ര ഫൗളുകളാണ് ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കുന്നത്. അല്ലാഹു തആല നമുക്ക് തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.